വെൽക്കം ടു ചാപ്മേറ്റ്. എല്ലാ കൂട്ടുകാർക്കും ചാപ്മേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ് ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റ് സ്റ്റിൽ വി റൈസ്. പറഞ്ഞേ, എന്താണ് യൂണിറ്റിൻ്റെ പേര്? സ്റ്റിൽ വി റൈസ്. യെസ്, ആ യൂണിറ്റിലെ 1ാമത്തെ സ്റ്റോറി സിൻഡ്രലയുടെ സ്റ്റോറി. യെസ്, ആ സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് ദ സിൻഡർ ഗേൾ. ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ദ സിൻഡർ ഗേൾ വളരെ മനോഹരമായ ഒരു സ്റ്റോറിയാണ്. ഒരു മാന്ത്രികതയും അതേപോലെ മായാജാലം, ഒരു മായിക ലോകത്ത് നമ്മൾ അകപ്പെട്ട പോലെ അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ്. വളരെ മനോഹരമായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്ക് തുടങ്ങിയാലോ? ദ സിൻഡർ ഗേൾ. ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ഞാൻ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിക്കാം. ഓക്കെ, എന്നിട്ട് കൂട്ടുകാർ എന്ത് ചെയ്യുക? എൻ്റെ കൂടെ തന്നെ വായിക്കുക. ഞാൻ എങ്ങനെയാണ് വാക്കുകൾ ഉച്ചരിക്കുന്നത് എന്ന് നോക്കുക. എന്നിട്ട് സംശയമുള്ള എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ അവിടെ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഞാൻ ആ വേർഡ്സ് ഒക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ? തുടങ്ങിയാലോ? യെസ്, ദ Cinder Girl. Once upon a time, there was a rich man who lived happily with his wife and daughter. One day, his wife fell sick. When she felt that her end was drawing near, she called her only daughter near her and said, "Dear child, be good and pious, and God will always take care of you. I will look upon you from heaven and will be with you." And then she closed her eyes forever. The maiden went every day to her mother's grave and wept and remained pious and good. When the winter came, the snow covered the grave with a white covering. Then the sun came in the early spring and melted it away. Soon Cinderella's father married again. The new wife was a proud and unkind woman. The new wife brought her 2 daughters along with her. Though they were very beautiful and fair in appearance, at heart they were wicked and ugly. And then began the evil times for the poor girl. "Is a stupid creature to sit in the same room with us?" asked they. "Those who eat food must earn it. She is nothing but a kitchen maid." They took away her pretty dresses and forced her to put on an old grey one. They also gave her wooden shoes to wear. The stepsisters laughed at her and sent her to the kitchen. There she was made to do heavy work from morning to night. Get up early in the morning, draw water, make the fire, cook and wash. In the evenings, she was quite tired after the day's hard work. As she had no bed to lie upon, she had to rest on the hearth among the cinders. She always looked dusty and dirty as she slept in the cinders. So they named her Cinderella. കൂട്ടുകാർക്ക് ഈ സ്റ്റോറി മനസ്സിലായോ? ഞാൻ വായിച്ചു, എൻ്റെ കൂടെ തന്നെ കൂട്ടുകാർ വായിച്ചിട്ടുണ്ടോ? എല്ലാവരുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കില്ലേ? നമുക്ക് ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം നോക്കാം. ഓക്കെ, ഈ സ്റ്റോറിയുടെ അർത്ഥം എന്താണ്, ഈ സ്റ്റോറി എന്താണ് പറയുന്നത്, എന്ത് ട്വിസ്റ്റാണ് ഈ സ്റ്റോറിയിൽ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. തുടങ്ങിയാലോ? യെസ്, സിൻഡ്രല. ഹൂ ഡസ് ഓൾ ദ വർക്ക് അറ്റ് ഹോം. കൂട്ടുകാരുടെ വീട്ടിൽ ആരാണ് എല്ലാ ജോലിയും ചെയ്യാറ്? ആരാ ചെയ്യാറ്? പാരൻസ് അല്ലേ? പാരൻസും ഗ്രാൻഡ് പാരൻസും അവരാലാവുന്ന പണി അവർ ചെയ്യും അല്ലേ? അവരവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ അവർ ചെയ്യും. എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചാണല്ലേ വീട്ടു ജോലി ചെയ്യാറ്? യെസ്. വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഡു യു ഡു? കൂട്ടുകാർ എന്ത് വർക്കാണ് ചെയ്യാറുള്ളത്? കൂട്ടുകാർ അവർ നന്നാക്കുന്നതൊക്കെ ഒന്ന് അലങ്കോലാക്കി കൊടുക്കും അല്ലേ? അല്ല, കൂട്ടുകാരെ കൊണ്ടാവുന്നത് കൂട്ടുകാരും ചെയ്യും അല്ലേ? ഹെൽപ്പ് ചെയ്യാറില്ലേ? യെസ്. ഇമാജിൻ ദാറ്റ് യു ഹാവ് ടു ഡു ഓൾ ദ ഹൗസ് ഹോൾഡ് വർക്ക് അലോൺ. ഹൗസ് ഹോൾഡ് വർക്ക് വീട്ടുജോലി. ഹൗസ് ഹോൾഡ് വർക്ക് വീട്ടുജോലി. കൂട്ടുകാരുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഗ്രാൻഡ് പാരൻസും എല്ലാവരും കൂടിയല്ലേ ജോലി ചെയ്യാറുള്ളത്? കൂട്ടുകാരെ കൊണ്ട് ഒറ്റക്ക് കൂട്ടുകാർ ആ ജോലി മുഴുവൻ ചെയ്യുന്ന കാര്യം ആലോചിച്ച് നോക്കൂ. കഴിയോ? ഇല്ല. യെസ്. ഹൗ വിൽ ഇറ്റ് ബി? എങ്ങനെയായിരിക്കും അത്? ഓർ
Try to think of such a girl who does all domestic work. കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ വീട്ടുജോലി മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച്. വിത്തൗട്ട് ഹാവിങ് പ്രോപ്പർ ഫുഡ്, ഭക്ഷണം പോലും കിട്ടാതെ, ക്ലോത്തിങ്, വസ്ത്രം, ഭക്ഷണമോ വസ്ത്രമോ വേണ്ട പരിചരണമോ കിട്ടാത്ത ഒരു കുട്ടി ഒറ്റയ്ക്ക് ഈ വീട്ടുജോലി മുഴുവൻ ചെയ്യുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്കേ. അങ്ങനെയുള്ള ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. റീഡ് ദ സ്റ്റോറി ഓഫ് സച്ച് എ ഗേൾ. അത്തരം ഒരു കുട്ടിയുടെ കഥയാണ് നമ്മൾ പഠിക്കുന്നത്. തുടങ്ങിയാലോ? ദ സിൻഡർ ഗേൾ. വൺസ് അപ്പോൺ എ ടൈം, വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ. എല്ലാ സ്റ്റോറിയും തുടങ്ങുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഒരുവിധം എല്ലാ സ്റ്റോറിയും വൺസ് അപ്പോൺ എ ടൈം എന്നാലേ തുടങ്ങുക. ഒരിക്കൽ, വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ. ദർ വാസ് എ റിച്ച് മാൻ ഹൂ ലിവ്ഡ് ഹാപ്പിലി. അവിടെ ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ധനികൻ ഉണ്ടായിരുന്നു. വിത്ത് ഹിസ് വൈഫ് ആൻഡ് ഡോട്ടർ. ആരുടെ കൂടെ? അയാളുടെ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ധനികനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. വൺ ഡേ, ഒരിക്കൽ, ഒരു ദിവസം എന്ത് ട്വിസ്റ്റാണ് നടന്നത്? ഹിസ് വൈഫ് ഫെൽ സിക്ക്. ഹിസ് വൈഫ് ഫെൽ സിക്ക്. അദ്ദേഹത്തിൻ്റെ ഭാര്യ രോഗിയായി. ഭാര്യയ്ക്ക് ഒരു രോഗം പിടിപെട്ടു, ഭാര്യ രോഗിയായി. സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഫാമിലി അല്ലേ? വെൻ ഷി ഫെൽറ്റ് ദാറ്റ് ഹെർ എൻഡ് വാസ് ഡ്രോയിങ് നിയർ. അവർക്ക് തോന്നി എൻ്റെ അന്ത്യം അടുക്കാറായി, അല്ലെങ്കിൽ എൻ്റെ അവസാനം ആവാറായി എന്ന് അവർക്ക് തോന്നി. ഷി കോൾഡ് ഹെർ ഓൺലി ഡോട്ടർ. അവരവരുടെ ഒരേ ഒരു മകളെ അടുത്ത് വിളിച്ചു. നിയർ ഹെർ ആൻഡ് സെഡ്. അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഡിയർ ചൈൽഡ്, എൻ്റെ മോളെ, ബി ഗുഡ് ആൻഡ് പയസ്. മോൾ എപ്പോഴും നല്ല സ്വഭാവമുള്ള, സൽസ്വഭാവി ആൻഡ് പയസ്. പയസ്, ഭക്തിയുള്ളവൾ, ഭക്തിയുള്ളവൾ. ബി ഓൾവേസ് ഗുഡ് ആൻഡ് പയസ്. എപ്പോഴും സൽസ്വഭാവിയാവണം, നല്ല മോളായിരിക്കണം. കൂടാതെ ദൈവവിശ്വാസി, ഭക്തിയുള്ളവൾ, ദൈവത്തിൽ വിശ്വസിക്കുന്നവളുമാവണം. മോള് നല്ല സ്വഭാവമുള്ളവളും നല്ല നല്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കുട്ടിയാവണം എന്ന് പറയാണ് ആര്? മദർ. യെസ്. ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. ദൈവം നിന്നെ നോക്കും, ദൈവം നിന്നെ സംരക്ഷിച്ചു കൊള്ളും. ഐ വിൽ ലുക്ക് അപ്പൺ യു ഫ്രം ഹെവൻ. ഞാൻ സ്വർഗത്തിൽ നിന്ന്. ഹെവൻ, ഹെവൻ കൂട്ടുകാർക്കറിയാം, പറഞ്ഞേ. ഹെവൻ, സ്വർഗം. ഹെവൻ, സ്വർഗം. ഞാൻ സ്വർഗത്തിൽ നിന്ന് എപ്പോഴും കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കും. ആൻഡ് വിൽ ബി വിത്ത് യു. ഞാൻ എപ്പോഴും കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവും. മോളെ, നീ വിഷമിക്കണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിന്നെ ദൈവം കാത്ത് രക്ഷിക്കും, ദൈവം നിനക്ക് തുണയ്ക്കുണ്ടാവും. ഞാൻ സ്വർഗത്തിൽ നിന്നും കുഞ്ഞിനെ എപ്പോഴും നോക്കുന്നുണ്ടാവും, നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് പറയുന്നു. ആര്? ആര്? അമ്മ. യെസ്. ആൻഡ് ദെൻ ഷീ ക്ലോസ്ഡ് ഹെർ ഐസ് ഫോർ എവർ. ഇത് പറഞ്ഞ ആ അമ്മ എന്നേക്കുമായി കണ്ണടച്ചു. ആ അമ്മ മരിച്ചു. യെസ്. ദ മെയ്ഡൻ വെന്റ് എവ്രി ഡേ. ദ മെയ്ഡൻ, മെയ്ഡൻ, കന്യക. മെയ്ഡൻ, കന്യക അല്ലെങ്കിൽ പതിവ്രത. കന്യക, മെയ്ഡൻ, കന്യക. ദ മെയ്ഡൻ വെന്റ് എവ്രി ഡേ. ഈ കന്യക, അതായത് ഈ കുട്ടി എന്നും പോവും ടു ഹർ മദേഴ്സ് ഗ്രേവ് ആൻഡ് വെപ്റ്റ്. ഹെർ മദേഴ്സ് ഗ്രേവ്. ഗ്രേവ്, കുഴിമാടം അല്ലെങ്കിൽ കല്ലറ. ഈ അമ്മയുടെ കുഴിമാടത്തിൽ അല്ലെങ്കിൽ കല്ലറയിൽ എന്നും ഈ കുട്ടി പോവും. ആൻഡ് വെപ്റ്റ്, വിതുമ്പിക്കരയും. ആൻഡ് റീമെയിൻഡ് പയസ് ആൻഡ് ഗുഡ്. ഇങ്ങനെ സൽസ്വഭാവിയും ദൈവഭക്തിയും ഉള്ളവളുമായി നിലകൊണ്ടു. ഈ കുട്ടിയുടെ അമ്മ മരിച്ചതിന് ശേഷം എല്ലാ ദിവസവും ഈ കുട്ടി ആ അമ്മയുടെ കുഴിമാടത്തിൽ അല്ലെങ്കിൽ കല്ലറയിൽ പോകും. എന്നിട്ട് അവിടെ നിന്ന് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓർത്തോർത്ത് വിതുമ്പിക്കറിയും. എന്നിട്ട് അമ്മ പറഞ്ഞതുപോലെ, അമ്മ പറഞ്ഞതിനനുസരിച്ച് ഈ കുട്ടി ജീവിക്കുന്നു. ഷീ, യെസ്, ഗുഡ് ആൻഡ് പയസ്. അവള് സൽസ്വഭാവിയും ദൈവഭക്തിയും ഉള്ളവളായി നിലകൊണ്ടു. വെൻ വിന്റർ കേം. വിന്റർ വന്നപ്പോൾ ദ സ്നോ കവേർഡ് ദ ഗ്രേവ് വിത്ത് എ വൈറ്റ് കവറിങ്. വിന്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്? മഞ്ഞുകാലം. ആ മഞ്ഞുകാലത്ത് മഞ്ഞില്ലേ, ആ മഞ്ഞ് ആ കുഴിമാടത്തെ മുഴുവനും മൂടി, മഞ്ഞ് കൊണ്ട് മൂടി. എങ്ങനെ? ഒരു വൈറ്റ് കവറിങ് പോലെ, ഒരു വെള്ള കവർ പോലെ, ഒരു വെള്ള കവറിങ് പോലെ ആ കുഴിമാടം മൂടി. ആര്? സ്നോ. വിന്ററിന്റെ സ്നോ. യെസ്. ദെൻ ദ സൺ കെയിം ഇൻ ദ ഏർലി സ്പ്രിംഗ് ആൻഡ് മെൽറ്റഡ് ഇറ്റ് എവേ. ആ മഞ്ഞെല്ലാം ഉരുക്കി കളഞ്ഞു. വസന്തത്തിൽ വന്ന സൂര്യൻ ആ മഞ്ഞെല്ലാം ഉരുക്കി കളഞ്ഞു. കാരണം ആ ഗ്രേവ് എന്തായി നിൽക്കുകയാണ്? മഞ്ഞ് മൂടി നിൽക്കുകയാണ് അല്ലേ? അങ്ങനെ സൂര്യന്റെ വെളിച്ചം വന്നു, ആ മഞ്ഞെല്ലാം ഉരുകി. സൂൺ സിൻഡ്രലാസ് ഫാദർ മാരീഡ് അഗെയിൻ. വളരെ പെട്ടെന്ന് തന്നെ സിൻഡ്രലയുടെ അച്ഛൻ പുതിയൊരു വിവാഹം കഴിച്ചു. ദ ന്യൂ വൈഫ് വാസ് എ പ്രൗഡ് ആൻഡ് അൺകൈൻഡ് വുമൺ. പുതിയ ഭാര്യ, ഷി വാസ് പ്രൗഡ് ആൻഡ് അൺകൈൻഡ്. പ്രൗഡ്, അഹങ്കാരി, അഹങ്കാരിയും. അൺകൈൻഡ്, 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 ഒരു ദയവുമില്ലാത്ത, ദയയില്ലാത്ത. അൺകൈൻഡ്, ദയയില്ലാത്ത. ഷി വാസ് പ്രൗഡ് ആൻഡ് അൺകൈൻഡ്. പുതിയ വൈഫ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സിൻഡ്രലയുടെ അച്ഛൻ പുതുതായി വിവാഹം കഴിച്ച കുട്ടി
പ്രൗഡ് ആൻഡ് അൺകൈൻഡ്. അവർ അഹങ്കാരിയും ഒരു ദയയും ഇല്ലാത്ത ഒരാളായിരുന്നു. ഈ കുട്ടിയോട് ഒരു ദയയും കാണിക്കാത്ത ആളായിരുന്നു. എന്നിട്ട് എന്താണ് നമ്മുടെ സിൻഡ്രല്ല ചെയ്തത് നമുക്ക് നോക്കാം. ദ ന്യൂ വൈഫ് ബ്രോട്ട് ഹർ 2 daughters along with her. യെസ്, ഈ ഭാര്യ ഒറ്റയ്ക്കല്ല വന്നത്, അവർക്ക് കഴിഞ്ഞ വിവാഹത്തിൽ ഉണ്ടായിരുന്ന 2 കുട്ടികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. യെസ്, 2 daughters were also along with her. 2 പെൺകുട്ടികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. though they were beautiful and fair in appearance. അവരെ കാഴ്ചയിൽ കാണാൻ നല്ല ഭംഗിയും നല്ല മനോഹരവും ആണെങ്കിലും at heart, ഹൃദയത്തിൽ they were wicked and ugly. They were wicked and ugly. Wicked and ugly. Wicked ദുഷിച്ച, ugly വിരൂപമായ. വിക്ഡ് ആൻഡ് അഗ്ലി. കാഴ്ചയിൽ അവർ ഫെയർ ആൻഡ് ബ്യൂട്ടിഫുൾ. യെസ്, കാഴ്ചയിൽ വളരെ മനോഹരമായിരുന്നു അവർ. എന്നാൽ അവർ അറ്റ് ഹാർട്ട്, ഹൃദയം കൊണ്ടവർ വിക്ഡ് ആൻഡ് അഗ്ലി, ദുഷിച്ച മനസ്സുള്ളവരും വിരൂപവുമായിരുന്നു അവർ. യെസ്, ആര് ഈ പുതിയ വൈഫിൻ്റെ 2 daughters. ആരാണ് ആ ഡോട്ടേഴ്സ്? ഈ കുട്ടിയുടെ സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. യെസ്, സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റെപ്പ് മദർ. 2ാം അമ്മ, സ്റ്റെപ്പ് മദർ. സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഈ അമ്മയുടെ 2 കുട്ടികൾ അല്ലേ. സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. sisters were wicked and ugly by heart. ഈ ഹൃദയം കൊണ്ട്, in heart they were ugly and wicked. അവർ ഹൃദയത്തിൽ എന്തായിരുന്നു? ugly and wicked. Yes. And then began the evil times for the poor girl. അങ്ങനെ അതോടെ ആ കുട്ടിയുടെ കഷ്ടകാലം തുടങ്ങി. is the stupid creature to sit in the same room with us. ഈ ജന്തു ഞങ്ങളുടെ കൂടെയാണോ ജീവിക്കുന്നത്? ക്രിയേച്ചർ ജന്തു, ജീവി, ക്രിയേച്ചർ ജന്തു. ഈ ജന്തു ഞങ്ങളുടെ കൂടെയാണോ നിൽക്കുന്നത്? ഞങ്ങളുടെ അതേ മെത്തയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അതേ മുറിയിലാണോ ഈ കുട്ടി താമസിക്കുന്നത്? കുട്ടിയെന്നല്ല, ജന്തു. യെസ്, ഈ ക്രിയേച്ചർ ഞങ്ങളുടെ കൂടെയാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. യെസ്, ആസ്ക്ഡ് ദേ, അവർ ചോദിച്ചു. ദോസ് ഹൂ ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്. വെറുതെ ഭക്ഷണം കഴിച്ചാൽ പോരാ, അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കണം എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, വെറുതെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു സാധനം, മര്യാദയ്ക്ക് ഒരു പണി ചെയ്യില്ല, ഒരു ഉപകാരവുമില്ല, ഇങ്ങനെ വെറുതെ ഭക്ഷണം കഴിക്കുന്നു. ദോസ് ഹൂ ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്. അധ്വാനിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറയാണ്. ഈ കുട്ടി അധ്വാനിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ, അല്ലാതെ വെറുതെ ഭക്ഷണം തിന്ന് വെറുപ്പിച്ചാൽ പോരാ എന്ന് പറയാണ്. ആര്? യെസ്, അവരുടെ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. അവൾ ഒരു അടുക്കളക്കാരി ഒന്നുമല്ല, അവൾ ജസ്റ്റ് ഒരു അടുക്കളക്കാരി മാത്രം. ഷീ ഈസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. അവർ നല്ല പട്ടുമെത്തയിൽ കിടക്കുന്നു, ഞങ്ങളോടൊപ്പം ഞങ്ങൾ കിടക്കുന്ന മെത്തയിൽ അല്ലെങ്കിൽ ഞങ്ങൾ കിടക്കുന്ന റൂമിൽ താമസിക്കുന്നു. ഒന്നിനും കൊള്ളാത്ത ഈ കുട്ടി ഭക്ഷണം പോലും വെറുതെ ഭക്ഷണം കഴിക്കാൻ മാത്രം കൊള്ളാം. ഈ കുട്ടി ഞങ്ങളുടെ കൂടെയാണോ കിടക്കുന്നത്? ഇവൾ ഒരു അടുക്കളക്കാരി അല്ലാതെ ഒന്നുമല്ല എന്ന് പറയുന്നു ഈ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. യെസ്, they took away her pretty dresses and forced her to put on an old grey one. ശ്രദ്ധിക്കൂ, put on, ധരിക്കുക, പുട്ട് ഓൺ, ധരിക്കുക. അവർ എന്ത് ചെയ്തു? അവളുടെ ഭംഗിയുള്ള വസ്ത്രങ്ങളെല്ലാം മാറ്റി അവളെ കൊണ്ട് ഒരു പഴയ കീറത്തുണി നിർബന്ധപൂർവ്വം അണിയിപ്പിച്ചു. അവളെ കൊണ്ട് പഴയ കീറത്തുണി ധരിപ്പിച്ചു. ആര്? ഈ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും. ഈ കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ഈ കുട്ടി സിൻഡ്രല്ല വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ സിൻഡ്രല്ലയെ കൊണ്ട് അവളുടെ വില കൂടിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ മനോഹരമായ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരു പഴയ കീറത്തുണി അല്ലെങ്കിൽ ഒട്ടും കാണാൻ ഭംഗിയില്ലാത്ത പഴയ വസ്ത്രം കൊടുത്തു ഇടാൻ. ഇത് ധരിക്കൂ എന്ന് അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ധരിപ്പിക്കുന്നു. They also gave her wooden shoes to wear. മരം കൊണ്ടുള്ള ചെരുപ്പ് കൊടുത്തു അവൾക്ക് അണിയാൻ വേണ്ടി, ധരിക്കാൻ. The step sisters laughed at her and sent her to the kitchen. ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, ഈ 2ാമമ്മയുടെ മക്കൾ അവളെ നോക്കി പരിഹസിക്കുന്നു, അവളെ നോക്കി ചിരിക്കുന്നു. എന്നിട്ട് അവളെ അടുക്കളയിൽ അങ്ങ് ഒതുക്കി, അടുക്കളയിലേക്ക് അങ്ങ് പറഞ്ഞയച്ചു. ഇവള് അടുക്കള, നിന്റെ സ്ഥാനം അടുക്കളയിലാണ് എന്ന് പറഞ്ഞു. ആര്? ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. യെസ്, there she was made to do heavy work. അവൾ അവിടെ ഭാരിച്ച പണികൾ എടുക്കുകയായിരുന്നു. From morning to night, രാവിലെ തൊട്ട് അന്തിയാവോളം അവൾക്ക് അവിടെ ഭാരിച്ച പണികൾ ഉണ്ടായിരുന്നു. എവിടെ? അടുക്കളയിൽ. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, അതിരാവിലെ എണീക്കണം. എന്നിട്ടോ ഡ്രോ വാട്ടർ, വെള്ളം കോരി വെക്കണം. മേക്ക് ദ ഫയർ, അടുപ്പിൽ തീ കത്തിക്കണം. കുക്ക് ആൻഡ് വാഷ്, അടുപ്പിൽ തീ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യണം. എല്ലാവർക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് അവരെ കഴിപ്പിക്കണം. എന്നിട്ടോ വാഷ്, അവരുടെ തുണി അലക്കണം. ഇൻ ദ ഈവനിങ്, സന്ധ്യാനേരങ്ങളിലോ വൈകുന്നേരമോ, ഷി വാസ് ക്വൈറ്റ് ടയേർഡ് ആഫ്റ്റർ ദ ഡേയ്സ്
ഹാർഡ് വർക്ക്. അവൾ തീർത്തും ക്ഷീണിതയായിരുന്നു. ആ ദിവസത്തെ മുഴുവൻ അധ്വാന ഭാരം കൊണ്ട് അവൾ ക്ഷീണിച്ചു. അല്ലെങ്കിൽ അത്ര പണിയല്ലേ, ഹെവി വർക്കല്ലേ ഈ കുട്ടി ചെയ്യുന്നത്. അപ്പം ഈ കുട്ടി ക്ഷീണിച്ചു. ആസ് ഷീ ഹാഡ് നോ ബെഡ് ടു ലൈ അപ്പോൺ. അവൾക്ക് കിടക്കാൻ ഒരു കിടക്ക പോലും ഉണ്ടായിരുന്നില്ല. ഷീ ഹാഡ് ടു റെസ്റ്റ് ഓൺ ദ ഹെർത്ത് among the cinders. She had to rest among the hearth. ഹെർത്ത് അടുക്കള, അടുക്കള അല്ലെങ്കിൽ അടുപ്പ്, അടുക്കള അല്ലെങ്കിൽ അടുപ്പ്, അടുപ്പിൻ്റെ തട്ട്, അടുപ്പിൻ്റെ തട്ട്, അടുപ്പിൻ്റെ അടുത്ത് ഉള്ള കുറച്ചൊരു ഉയർന്ന ഭാഗം. ഹെർത്ത് അടുക്കള അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്തുള്ള കുറച്ച് ഉയർന്ന ഭാഗം. ഹെർത്ത് എമംഗ് ദ സിൻഡേഴ്സ്. സിൻഡർ ചാരം, സിൻഡേഴ്സ് ചാരം, സിൻഡേഴ്സ് ചാരം, സിൻഡർ ചാരം. ഈ അടുപ്പിൻ്റെ എന്താ അടുപ്പിൻ തണാന്ന് പറയില്ലേ നമ്മൾ, ഈ അടുപ്പിൻ തണയുടെ മുകളിൽ ഈ ചാരമൊക്കെ ഉള്ള ഭാഗത്ത് അവിടെയായിരുന്നു അവൾ കിടക്കാറ്. ഷീ ഓൾവേസ് ലുക്ഡ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി. അവൾ എപ്പോഴും കാണാൻ പൊടി പിടിച്ചതും കരിയൊക്കെ പുരണ്ട. കാരണം അവൾ എവിടെയാണ് ഉറങ്ങുന്നത് പറഞ്ഞേ, എവിടെയാണ്? സിൻഡേഴ്സിലല്ലേ. അപ്പം സിൻഡേഴ്സിൻ്റെ അടുത്താണ് ഇവൾ ഉറങ്ങുന്നത്. അപ്പം അവളുടെ മുഖവും അവളുടെ ശരീരവും വസ്ത്രവും എല്ലാം അഴുക്ക് പുരണ്ടതാണ്. എപ്പോഴും പൊടിയും ഈ കരിയൊക്കെ പിടിച്ച കരി പുരണ്ട ജീവിതമാണ് ഈ കുട്ടിയുടെ, അല്ലേ? യെസ്. As she slept in the cinders. അവൾ ആ സിൻഡേഴ്സിൽ ചാരത്തിൻ്റെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ മുഖത്തും ശരീരത്തും വസ്ത്രത്തിലും എല്ലാം ഈ കരിയും പൊടിയും പുകയൊക്കെ ഉണ്ടായിരുന്നു. സോ they named her Cinderella. അതുകൊണ്ട് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അവളെ സിൻഡ്രല എന്ന് പേര് കൊടുത്തു. സിൻഡറിൻ്റെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് എല്ല എന്ന കുട്ടിയെ സിൻഡ്രല എന്ന് പേര് വിളിച്ചു. ആര്? സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എല്ല എന്ന കുട്ടി സിൻഡർ ചാരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചാരത്തിൻ്റെ അടുത്ത് ജീവിക്കുന്നത് കൊണ്ട് കിടക്കുന്നത് കൊണ്ട് തല ചായ്ക്കുന്നത് കൊണ്ട് സിൻഡ്രല എന്ന് പേരിട്ട് വിളിച്ചു സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. സ്റ്റോറി മനസ്സിലായോ കൂട്ടുകാർക്ക്? ഈസി അല്ലേ? ഒന്നുമല്ല പറയുന്നത്. ഒരു പാവം കുട്ടി, ആ കുട്ടിയുടെ ലൈഫിൽ സംഭവിച്ച മാറ്റം അല്ലേ, എന്ത് ട്വിസ്റ്റാണ്. ഈ പാവം എല്ല എന്ന കുട്ടി എങ്ങനെയാണ് സിൻഡ്രലയായി മാറിയത്, എങ്ങനെയാണ് എല്ല സിൻഡ്രലയിലേക്ക് വന്നത് എന്നുള്ള സ്റ്റോറിയാണ് പറയുന്നത്. വളരെ കുറച്ച് വിഷമമുണ്ടെങ്കിലും സ്റ്റോറി കുഴപ്പമില്ല അല്ലേ? സ്റ്റോറി വളരെ മനോഹരമായ ഒരു സ്റ്റോറിയാണ്. ഇനി എന്ത് ട്വിസ്റ്റാണ് നടക്കുന്നത്? ഈ കരിപുരണ്ട ജീവിതം തന്നെയാണോ നമ്മുടെ സിൻഡ്രല ഇനിയും മുന്നോട്ട് പോകുന്നത്? അതോ വല്ല മാറ്റം ഉണ്ടാവുമോ? എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ നമ്മൾ വായിച്ചു. അതിലുള്ള ന്യൂ വേർഡ്സ് എല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കൂട്ടുകാർ ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയോ? ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ 4 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അത് നമുക്ക് ആൻസർ ചെയ്യണ്ടേ? ഈസിയാണ് കേട്ടോ. കൂട്ടുകാർക്ക് അറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കത് ആൻസർ ചെയ്യാം. ഓക്കെ, യെസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ചാപ്മെന്റിന്റെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യുക. എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലും കോൺടാക്ട് നമ്പറിലും നേരിട്ട് ബന്ധപ്പെടുക. എനി ടൈം എനിവേർ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചാപ്മേറ്റിനോട് ചോദിക്കാവുന്നതാണ്. ഇപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് വളരെ പെട്ടെന്ന് കൂട്ടുകാരുടെ യൂട്യൂബ് പേജിലേക്ക് എത്തുന്നതിന് വേണ്ടി ബെൽ ഐക്കോൺ ഇനാബിൾ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഞങ്ങൾ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോസ് ചെയ്തത്. എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും ക്വാളിറ്റിയിൽ നിങ്ങളുടെ ക്ലാസ് കൂട്ടുകാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ ബി വിത്ത് ചാപ്പെ. വാട്ട് അഡ്വൈസ് ഡിഡ് ദ ഡൈയിങ് മദർ ഗിവ് ഹർ ഡോട്ടർ? വാട്ട് അഡ്വൈസ്? അഡ്വൈസ് ഉപദേശം. ഉപദേശം. എന്താ ഉപദേശമാണ് അമ്മ മരിക്കാൻ നേരത്തെ ഈ കുട്ടിക്ക് കൊടുത്തത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ഉപദേശമാണ് കൊടുത്തത്? പറഞ്ഞേ എന്താണ്? യെസ്, ബി ഗുഡ് ആൻഡ് പയസ് ഓൾവേസ്. കുട്ടി എപ്പോഴും സൽസ്വഭാവിയും ദൈവഭക്തിയുമുള്ളവളാവൂ. യെസ്, മദർ അഡ്വൈസ്ഡ് അമ്മ ഉപദേശിച്ചു. മദർ അഡ്വൈസ്ഡ് ടു ബി ഗുഡ് ആൻഡ് pious always. Yes, mother advised to be good and pious. And പിന്നെന്താ പറഞ്ഞത്? she will be with her always. അല്ലേ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും, നിന്നെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും. യെസ്, God would protect you. മോളെ, നിന്നെ ദൈവം സംരക്ഷിക്കും, ദൈവം കാത്തുകൊള്ളും മോളെ. and she would be always with her. മദർ എപ്പോഴും കുട്ടിയുടെ കൂടെ ഉണ്ടാവും. വായിച്ച എന്താ ഞാൻ ഇവിടെ എഴുതിയത്? മദർ അഡ്വൈസ്ഡ് ടു ബി ഗുഡ് ആൻഡ് പയസ്. God would protect you. ദൈവം നിന്നെ കാത്തുകൊള്ളും. and she would be always with her. എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആര് ഉപദേശിച്ചത്? അമ്മ. യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ.
What happened to the mother's grave when winter came? What happened to the mother's grave when winter came? Grave എന്താണ്? കുഴിമാടം അല്ലെങ്കിൽ കല്ലറ. വിന്റർ വന്നപ്പോൾ, തണുപ്പ് കാലം വന്നപ്പോൾ അമ്മയുടെ കുഴിമാടത്തിന് എന്താണ് സംഭവിച്ചത്? പറഞ്ഞേ, എന്താണ് സംഭവിച്ചത്? പറഞ്ഞേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ, കൂട്ടുകാർക്ക് പറയാം. പറഞ്ഞേ. Snow covered, second, snow covered mother's grave. Snow covered mother's grave with a white covering. Yes, snow covered mother's grave with a white covering. അമ്മയുടെ കുഴിമാടം മഞ്ഞുകൊണ്ട് മൂടി. മഞ്ഞ് എന്ത് ചെയ്തു? ഒരു വെള്ള പുതപ്പ് പോലെ അല്ലെങ്കിൽ ഒരു വെള്ള കവർ പോലെ എന്ത് ചെയ്തു? വിന്ററിലെ മഞ്ഞ് ആ കുഴിമാടം വെള്ള കവർ പോലെ എന്ത് ചെയ്തു? മൂടി. യെസ്, മഞ്ഞ് വന്നപ്പോൾ ആ കുഴിമാടം മൂടിപ്പോയി. വായിച്ച എന്താണ് ഞാൻ ഇവിടെ എഴുതിയത്? snow covered mother's grave with a white covering. മനസ്സിലായോ? യെസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ വായിച്ചേ, കേൾക്കട്ടെ. ഇവിടെ വായിച്ചേ. Cinderella was ill-treated by her stepmother and stepsisters. What could be the reason? Cinderella was ill-treated. ഈ കുട്ടിയെ മോശമായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. by her stepmother and stepsisters. സ്റ്റെപ്മദറും സ്റ്റെപ്സിസ്റ്റേഴ്സും സിൻഡ്രലയെ മോശമായിരുന്നു കണ്ടിരുന്നത്, അല്ലെങ്കിൽ അവളെ മോശമായ രീതിയിലായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്, പരിചരിച്ചിരുന്നത് അല്ലേ? വാട്ട് കുഡ് ബി ദ റീസൺസ്? എന്തുകൊണ്ടായിരിക്കാം ഈ കുട്ടിയെ ഒരു വേലക്കാരിയോട് എന്ന പോലെ ഇവർ പെരുമാറുന്നത്? എന്തുകൊണ്ടായിരിക്കാം? പറഞ്ഞേ. Cinderella's third question. Cinderella's mother died. She became an orphan. Stepmother did not love her. ഈ രണ്ടാനമ്മ ഈ കുട്ടിയെ സ്നേഹിച്ചിട്ടില്ല അല്ലേ? did not love her, ആ കുട്ടിയെ സ്നേഹിച്ചിട്ടില്ല. so she treated Cinderella as a homemaid or kitchen maid. വായിച്ച് എന്താ അവിടെ എഴുതിയത്? so she treated Cinderella as a homemaid. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഈ കുട്ടിയെ ഒരു അടുക്കള വേലക്കാരിയെ പോലെ ആണ് ആര് കണ്ടത്? സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും. വായിച്ച് എന്താ അവിടെ എഴുതിയത്? Cinderella's mother died. സിൻഡ്രലയുടെ അമ്മ died. ഡി ആട്ടോ, ഞാൻ എഴുതിയപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാ. died. Cinderella's mother died. She became an orphan. സിൻഡ്രലയുടെ അമ്മ മരിച്ചു. she became, ആ കുട്ടി an orphan, അനാഥയായില്ലേ? അവർ ശരിക്കും അനാഥയല്ലേ? അച്ഛനുണ്ട് എന്നാലും അനാഥയെ പോലെയല്ലേ? യെസ്, ഷീ ബിക്കേം an orphan. അവര് അനാഥയായി. സ്റ്റെപ്പ് മദർ ഡിഡ് നോട്ട് ലവ് ഹർ. രണ്ടാനമ്മ ആ കുട്ടിയെ സ്നേഹിച്ചിട്ടില്ല. സോ ഷീ ട്രീറ്റഡ്, അതുകൊണ്ട് അവരെങ്ങനെ കണ്ടു? സിൻഡ്രല ആസ് എ ഹോം മെയ്ഡ്, ഒരു അടുക്കള വേലക്കാരിയെ പോലെ കണ്ടു. ആര്? സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും. ആരെ? സിൻഡ്രലെ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ വായിച്ചേ. Why is Cinderella called so? Cinderella അല്ലേ? എല്ല എന്ന കുട്ടിയെ എന്തുകൊണ്ടാണ് സിൻഡ്രല എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? Ella slept in the cinders. So they named her Cinderella. So they named her Cinderella. വായിച്ച് എന്താ ഞാൻ ഇവിടെ എഴുതിയത്? എല്ലാ സ്ലെപ്റ്റ് ഇൻ ദ സിൻഡേഴ്സ്. ചാരത്തിന്റെ മുകളിലാണ് അല്ലെങ്കിൽ ചാരത്തിലാണ് ഈ കുട്ടി കിടക്കുന്നത് അല്ലേ? ഹെർത്തിന്റെ അടുക്കളയുടെ ആ ഒരു ചാരം കൂട്ടുന്ന ഭാഗമല്ലേ, ആ തണയുടെ മുകളിലാണ് ഈ കുട്ടി കിടക്കുന്നത്. ആസ് ഷീ ഡിഡ്ന്റ് ഹാവ് എനി പ്ലേസ് ടു സ്ലീപ്പ് അല്ലേ? അവർക്ക് ഉറങ്ങാൻ അല്ലെങ്കിൽ അവൾക്കൊന്ന് തലചായ്ക്കാൻ സ്ഥലം പോലും ആ വീട്ടിലില്ല. അതുകൊണ്ട് അവൾ സിൻഡേഴ്സിലാണ്, ചാരത്തിന്റെ മുകളിലാണ് അവൾ കിടക്കുന്നത്. സോ ദേ നെയിംഡ് ഹർ സിൻഡ്രല. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അല്ലേ, സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആണ് സിൻഡ്രല എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് സിൻഡ്രല എന്ന് വിളിക്കുന്നു ആ കുട്ടിയെ. മനസ്സിലായ കൂട്ടുകാർക്ക് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ?
എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ക്ലാസ് ബെറ്ററായി ഇനിയും കൂട്ടുകാരുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യുക. കൂട്ടുകാരുടെ അടുത്ത് പറയാം ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഒന്ന് കണ്ടു നോക്കി, ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഓക്കെ, ഞങ്ങളുടെ വീഡിയോസ് വളരെ പെട്ടെന്ന് കൂട്ടുകാരുടെ യൂട്യൂബിൻ്റെ ആ ഒരു ഹോമിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യണം. കൂട്ടുകാർ എന്ത് ചെയ്യുക? ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ ഫോളോ ചെയ്യുക. എന്ത് സംശയങ്ങളും ഏത് നേരത്തും ദൂരീകരിക്കുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലും കോൺടാക്ട് നമ്പറിലും നേരിട്ട് ബന്ധപ്പെടുക. എനി ടൈം എനിവർ കൂട്ടുകാർക്ക് ചാറ്റ്മേറ്റുമായി ബന്ധപ്പെടാവുന്നതാണ്. 6, 7, 8 ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന അതേ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ട് ചാറ്റ്മേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഞങ്ങൾ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒരുവിധ കോംപ്രമൈസും വരുത്താതെ എഫേർട്ട് എടുത്തുകൊണ്ടാണ് കൂട്ടുകാരുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? തിരിച്ച് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് ചാറ്റ്മേറ്റ് ആൻഡ് ബൈ.